ഗസയിൽ മാനുഷിക സഹായം ലഭ്യമാക്കാൻ ഇസ്രായേൽ വാർ ക്യാബിനറ്റിന്റെ തീരുമാനം. ഉത്തര ഗാസയിൽ പുതുതായി തുറന്ന പാതയിലൂടെയായിരിക്കും സഹായം എത്തിക്കുക. ദക്ഷിണ ഗാസയിലൂടെ എത്തുന്ന ഫുഡ് ട്രക്കുകളും മരുന്നുകളും ഇന്ധനവും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഹമാസ് തട്ടിയെടുക്കുന്നത് തുടർച്ചയായതോടെയാണ് പുതിയ തീരുമാനം. റഷ്യയുമായി തുടരുന്ന 2 വർഷത്തെ യുദ്ധത്തിൽ 31,000 സൈനികർ കൊല്ലപ്പെട്ടതായി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി. യുക്രൈന്റെ വിജയം പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയെ ആശ്രയിച്ചാണെന്നും അമേരിക്ക നിർണായക സൈനിക പാക്കേജിന് അംഗീകാരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധം 3-ാം വർഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഒരു പടി കൂടിയെടുത്ത ഡൊണാൾഡ് ട്രംപ്. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള സൗത്ത് കാരോലിന പ്രൈമറിയിലാണ് ട്രംപ് ജയം നേടിയത്. മുഖ്യ എതിരാളിയായ നിക്കി ഹാലെയുടെ സ്റ്റേറ്റിലെ വിജയം ട്രംപിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇതോടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ട്രംപ് ആകുമെന്ന് ഉറപ്പായി. പോരാട്ടം തുടരുമെന്ന് നിക്കി ഹാലെ പ്രതികരിച്ചു. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ വീണ്ടും ആക്രമണം നടത്തി യുഎസും യുകെയും. ഇരു രാജ്യങ്ങളും സംയുക്തമായി നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു വ്യോമാക്രമണം. ഹൂതി വിമതരുടെ ആയുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് വ്യോമാക്രമണം നടത്തിയത്.